നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് ഡോക്ടറെ ഒന്നുകൂടെ വരുത്താം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടിട്ടാവാം ബാക്കി തീരുമാനങ്ങള്. അയാളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇത് ഡോക്ടറുമായിട്ടുള്ള ഒത്തുകളിയല്ലാന്ന് ആര് കണ്ടു? കേട്ടില്ലേ ചേച്ചി, ഡോക്ടറും ഗിരിജയും തമ്മിലുള്ള കള്ളക്കളിയാണെന്ന്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. എന്താ ദർശന ഇത്? ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? എന്റെ വാക്കിന് നീ ഒരു മര്യാദ തരണം. ഈ വീട്ടില് എനിക്കെല്ലാരും വേണം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. ബാക്കിയൊക്കെ നാളെ സംസാരിക്കാം. അല്ലമ്മേ, അത് വേണ്ട. ഇനി ഇവിടെ ആരും ഒന്നും പറയണ്ട. അമ്മേ വേണ്ട. ഗീതമ്മേ, അമ്മേ പതുക്കെ പതുക്കെ. വിട്. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. അല്ലമ്മേ, അത് വേണ്ട. ഗീതമ്മേ, ദർശന എന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഇനി അമ്മ മുഖത്ത് നോക്കി സംസാരിക്കാത്തോണ്ടാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കാര്യം എന്താണെന്ന് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഇനി ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് വേണം ഉള്ള ദേഷ്യം മുഴുവൻ എൻ്റെ തലയിലോട്ട് എടുത്തെറിയാൻ. അവളായിട്ട് പറയുന്നെങ്കിൽ പറയട്ടെ. അതുവരെ വായും പൂട്ടിയിരിക്കുന്നതാണ് ബുദ്ധി. അയ്യോ, നോക്കുന്നുണ്ടല്ലോ. ചാഞ്ഞു. എന്ത് പറ്റി ദർശനെ? അമ്മ വഴക്ക് പറഞ്ഞതിലുള്ള സങ്കടമാണോ? അത് പിന്നെ ദർശനെ അമ്മ എന്താ രൂപേഷേട്ടാ ഇത്? അമ്മ വഴക്ക് പറഞ്ഞോണ്ടൊന്നും അല്ല. വഴക്ക് പറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ. ഇന്നത്തെ സംഭവം വെച്ച് നോക്കുമ്പോ രൂപേഷേട്ടന്റെ ഗിരിജാൻറ്റി എന്തും ചെയ്യും. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുമ്പോ അമ്മ അതിന് തടസ്സമായിട്ട് നിൽക്കുക. ഇത് അവർക്ക് എളുപ്പമാവില്ലേ? ദർശനെ, ഗിരിജാൻറ്റി ക്രിമിനലൊക്കെ തന്നെയാ. പക്ഷേ നിന്റെ മുന്നിൽ അതൊന്നും നടക്കൂല എന്ന് അവർക്കറിയാം. ഇതോർത്തിട്ടാണോ ദർശന ഇങ്ങനെ സങ്കടപ്പെടുന്നത്? കഷ്ടം. രൂപേഷേട്ടാ,
ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞൊന്നുമില്ലല്ലോ. ദേ കണ്ണൊക്കെ നിറഞ്ഞു. എന്റെ അമ്മായച്ചനുണ്ടല്ലോ, നകുലം പോലീസ്. ഇപ്പൊ ആള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് ചോദിച്ചേനെ, ഒരു IPS കാരിയെ ഇങ്ങനെയാണോ വളർത്തിയിരിക്കുന്നതെന്ന്. പക്ഷെ ഇതൊരുമാതിരി 1ാം ക്ലാസ്സിലെ പിള്ളേരെ പോലെ. സാറേ സാറേ, അവൻ എന്നെ നുള്ളി സാറേ. സാറേ, ഇവൻ എന്നെ കൊഞ്ഞനം കുത്തി സാറേ. അയ്യേ കഷ്ടം. ദേ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാ മതി, എന്റെ അമ്മയച്ചൻ കേക്കും. പറയണ്ടെങ്കി എന്റെ ദർശന പഴയ ദർശനയെ പോലെ ഈ കവളത്തൊരു മുത്തം തന്ന്. അയ്യടാ. മതി. നിന്റെ മുത്തത്തെക്കാൾ ഇഷ്ടമാണ് എനിക്ക് ഈ മുഖത്തെ ചിരി. രൂപേഷേട്ടാ, ഇത്രയും നേരം മനസ്സിലൊരു ഭാരം ഉണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങ് പോയി. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. അമ്മേ, ദാ കഴിക്കേ. ഒരു വൈറ്റമിൻ ഗുളിക കഴിക്കുന്നതിന് ഇത്രയും ബിൽഡപ്പ് ഒക്കെ പോരെ? ധാരാളം. കൊള്ളാം. ഏതായാലും രണ്ടുപേരുടെയും ഭാവാഭിനയത്തിൽ പാവം സുമംഗല അപ്പച്ചി വീണു. ചേച്ചി വീണെന്ന് മാത്രമല്ല, ഗിരിജയ്ക്കെതിരെ സംസാരിച്ച ദർശനയെ ശകാരിക്കുകയും ചെയ്തു. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടേ ആയുള്ളൂ. ഇനിയുമുണ്ട് ദൂരങ്ങൾ താണ്ടാൻ. അവളെ ശകാരിക്കുകയല്ല, അടിച്ചിറക്കണം ഈ മരുവത്തൂർ തറവാട്ടിന്ന്. അതെ, മാനസപുത്രയെ കൊണ്ടു നടക്കുന്ന അവളെ എന്നേക്കുമായി ചേച്ചി തന്നെ പുറത്താക്കണം. അതിന് ചേച്ചിയും ഞാനുമായിട്ടുള്ള ഈ സെന്റിമെന്റൽ ലോക്ക് തന്നെയാണ് ആയുധം. സഹോദരനായ നിങ്ങളോട് നിങ്ങളുടെ ചേച്ചിക്ക് ഒരു സെന്റിമെന്റൽ ലോക്കുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാത്തതിന്റെ പ്രധാന കാരണവും ആ സെന്റിമെന്റ്സ്. പക്ഷേ ആ സെന്റിമെന്റൽ ലോക്ക് നിങ്ങളുടെ ചേച്ചിക്ക് നിങ്ങളെക്കാൾ കൂടുതലായി രൂപേഷിനോടും ഉണ്ട്. അത് മറക്കണ്ട. അറിയാം, അത് മാറണം. രൂപേഷ് എന്ന് പറയുന്നത് ചേച്ചിക്കും ദർശനയ്ക്കും ഒരു തീരാ നഷ്ടമായി തീരണം. അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ഹേയ്, അവനെ കൊല്ലൊന്നുമില്ല. പിന്നെ അതിനേക്കാൾ ദർശനയ്ക്കും ചേച്ചിക്കും വേദനിക്കണം. അവള് എന്താ പറഞ്ഞത്? ഗിരിജയെ വിശ്വസിക്കരുത്, ഗിരിജയ്ക്ക് മാനസിക രോഗമൊന്നുമില്ല, എല്ലാം അഭിനയമാ, ബോധപൂർവം ചേച്ചിയെ കൊല്ലാൻ നോക്കിയതാണ് എന്നൊക്കെയല്ലേ അവള് വാദിച്ചത്. പക്ഷേ അപ്പോഴും ചേച്ചിയുടെ കണ്ണിൽ നിന്നോടുള്ള അവിശ്വാസമായിരുന്നില്ല തെളിഞ്ഞു വന്നത്, മറിച്ച് സഹതാപമായിരുന്നു. മനസ്സിലായി പവിയേട്ട. മാനസിക നില തകർന്നു പോയ ഭ്രാന്തിയായ ഭാര്യയോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കൂടപ്പിറപ്പിനോടുള്ള സിമ്പതി. ആ ഒരൊറ്റ തീപ്പൊരി മാത്രം പോരെ ഊതി ഊതി തീക്കടൽ തീർക്കാൻ. ഇന്നിവിടെ നടന്നത് വെറും ഒരു ടെസ്റ്റ് ഡോസ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ട്രെയിലർ. ബാക്കിയൊക്കെ വരാൻ പോകുന്നതേയുള്ളൂ. പിന്നെ നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറെ നാളെ തന്നെ വരുത്തണമെന്ന ചേച്ചി പറഞ്ഞേ. വരട്ടെ, വന്നേ പറ്റൂ.
കഥ ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ പുതിയ പുതിയ കഥാപാത്രങ്ങളുടെ വരവുണ്ടാവണം. അതിന് ഡോക്ടർ കഥയിലെ പുതിയ കഥാപാത്രമൊന്നുമല്ലല്ലോ. അല്ല, പക്ഷേ ഡോക്ടർ കുൽക്കർണിയുടെ ആ വരവ്